Hi students, welcome to this class. 12ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. ചിലത് വളരെ സ്പീഡിൽ നടക്കുന്നു, ചിലത് ഒത്തിരി സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അതായത് സ്പീഡിൽ നടക്കുന്നത് പെട്ടെന്ന് വെടിയും പുകയൊക്കെ വരുന്ന പോലെ ഫ്യൂംസ് ഒക്കെ ആയിട്ട് വരുന്നു. കെമിക്കൽ കൈനറ്റിക്സ് എന്താണ്? നമുക്ക് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് നോക്കാം. In chemical kinetics, we study the rate at which a chemical process occurs. അതായത് റേറ്റിനെ പറ്റിയുള്ള പഠനമാണ് കെമിക്കൽ കൈനറ്റിക്സ്. റേറ്റ് കഴിഞ്ഞ പോലെ നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്റർ പഠിച്ചായിരുന്നു. അതിനകത്ത് പറയുന്നത് ഡസ് എ റിയാക്ഷൻ ടേക്ക് പ്ലേസ്. എന്നാൽ നമ്മളിപ്പം പഠിക്കാൻ പോണ കെമിക്കൽ കൈനറ്റിക്സിനകത്ത് how fast does a reaction proceed? How fast does a reaction proceed? Let us see what is chemical kinetics. Chemical kinetics is the part of chemical science dealing with the study of rates of chemical reaction and the factors which affect the reaction rate. Chemical kinetics എന്ന് പറഞ്ഞാൽ it is a study of rates of chemical reaction and the factors which affect the reaction rates. എന്താണ്? നമുക്ക് റിയാക്ഷൻ റേറ്റ്സ് എന്നൊന്ന് പരിശോധിക്കാം. റിയാക്ഷൻ റേറ്റ്സ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷന്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ ആണ്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്ടന്റ് ഓർ പ്രൊഡക്റ്റ് വിത്ത് ടൈം. ടൈം ഏതിലൊക്കെ ആകാം? സെക്കൻഡിലാകാം, മിനിറ്റിലാകാം, അവറിലാകാം. അന്നേരം ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഓർ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നതാണ് ഒരു റിയാക്ഷന്റെ റേറ്റ്. നമ്മളിപ്പം പഠിച്ചു റേറ്റിന്റെ ഇക്വേഷൻ ആണ്. എന്താണ് റേറ്റ്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട്. ഒന്നെങ്കിൽ റിയാക്ടന്റിന്റെ അടിസ്ഥാനത്തിൽ പറയാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ അടിസ്ഥാനത്തിൽ പറയാം. എന്നാൽ നമ്മളിപ്പം നേരത്തെ കണ്ടു തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഡസ് എ റിയാക്ഷൻ ടേക്ക് പ്ലേസ്. അതിനെപ്പറ്റിയുള്ള പഠനമാണ് തെർമോഡൈനാമിക്സിൽ പഠിച്ചത്. ഇനി കൈനറ്റിക്സിൽ എന്താണ്? ഹൗ ഫാസ്റ്റ് ഡസ് എ റിയാക്ഷൻ പ്രൊസീഡ്. അതിന്റെ നിരക്ക് അല്ലെങ്കിൽ അതിന്റെ സ്പീഡിനെ പറ്റിയുള്ളത് ഇവിടെ പറയാണ്. റിയാക്ഷൻ റേറ്റ് ഇസ് ദ ചേഞ്ച് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ പ്രൊഡക്റ്റ് വിത്ത് ടൈം. റിയാക്ഷൻ റേറ്റ് ഇസ് ദ ചേഞ്ച് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്ടന്റ് ഓർ എ പ്രൊഡക്റ്റ് വിത്ത് ടൈം. നമ്മളിപ്പം കാണുകയാണ് ഒരു റിയാക്ഷൻ. ആ റിയാക്ഷനകത്ത് എ എന്ന് പറയുന്ന റിയാക്ടൻസ് ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആയി മാറി. എ ഗീവ്സ് ബി. അതിന്റെ റേറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം റേറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. എന്താണ്? ഡെൽറ്റ എ that is equal to change in concentration of A over time period ഡെൽറ്റ ടി. രണ്ട് ടൈം തന്നിട്ട് അതിന്റെ ഇതാണ് വ്യത്യാസം. ഇനി നമുക്ക് പ്രൊഡക്റ്റ് ആയ ബിയുടെ അടിസ്ഥാനത്തിലും അതിന്റെ റേറ്റ് പറയാൻ പറ്റും. റേറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി. എന്താണ് ഡെൽറ്റ ബി? ഡെൽറ്റ ബി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി ഓവർ ടൈം പീരീഡ് ഡെൽറ്റ ടി. ഇവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് രണ്ടിന്റെ റേറ്റ് തമ്മിലൊന്ന് കമ്പയർ ചെയ്തേ. റിയാക്ടന്റിന്റെ റേറ്റും പ്രൊഡക്റ്റിന്റെ ടേംസിലുള്ള റേറ്റും തമ്മിൽ എന്താണ് അവിടെ വ്യത്യാസം? റിയാക്ടന്റിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ അവിടെ ഒരു മൈനസ് ആ വന്നിരിക്കുന്നത് അല്ലേ. ഇനി പ്രൊഡക്റ്റിന്റെ ആണല്ലോ പ്ലസ് ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി എന്നാണ് കാണിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിക്രീസസ് വിത്ത് ടൈം. കോൺസെൻട്രേഷൻ റിയാക്ടന്റ് സ്വയം കത്തിയെരിയുക അല്ലെ. റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്ടന്റ് ആയ എയുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറയുമ്പോൾ അവിടെ പറയാണ്
കോൺസെൻട്രേഷൻ ഓഫ് എ ഡിക്രീസസ് വിത്ത് ടൈം. അതുകൊണ്ടാണ് ഡെൽറ്റ എയുടെ സൈൻ എന്താകുന്നത്? നെഗറ്റീവ് ആകുന്നത്. ഓർത്തിരിക്കുക. ഇപ്പം നമ്മൾ റിയാക്ഷൻ റേറ്റിനെ പറ്റി പറഞ്ഞു. എ എന്ന് പറയുന്ന റിയാക്ടന്റ്, ബി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് തന്നപ്പോൾ അതിന്റെ റേറ്റ് രണ്ട് ടേംസിൽ എഴുതാം. റിയാക്ടന്റിന്റെ ടേമിലാണെങ്കിൽ മൈനസ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി, പ്രൊഡക്റ്റിന്റെ ടേമിലാണെങ്കിൽ റേറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി. ഓക്കെ, നമ്മൾ ആ റിയാക്ഷൻ ഒന്നും കൂടെ പരിശോധിക്കുകയാണ്. എ ബി എന്ന റിയാക്ടന്റും ബി എന്ന പ്രൊഡക്റ്റിനെയും നമ്മൾ കാണുകയാണ്. റേറ്റ് കാണുകയാണ്. റേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി. ബിയുടെ ടേബിളാണെങ്കിൽ റേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി. ഇനി എന്തുകൊണ്ടാണ് ഡെൽറ്റ എയുടെ സൈൻ മൈനസ് ആകുന്നത്? ഡെൽറ്റ എ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിക്രീസസ് വിത്ത് ടൈം. കോൺസെൻട്രേഷൻ ഓഫ് എ ഡിക്രീസസ് വിത്ത് ടൈം. അതൊന്ന് ഓർത്തിരിക്കുക, മെയിൻ പോയിന്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് ആ എ എന്ന് പറയുന്ന റിയാക്ടന്റ് ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആകുന്ന ആ റിയാക്ഷൻ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. തുടക്കത്തിൽ, അതായത് സെക്കൻഡിലാണ് ഇവിടെ സമയം കാണിച്ചിരിക്കുന്നത്. ആ തുടക്കത്തിൽ നമുക്ക് എ എന്ന് പറയുന്ന മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അത് 10 സെക്കൻഡ് ആയപ്പോൾ എ എന്ന് പറയുന്ന മോളിക്യൂൾസ് എന്തായി കൺവേർട്ട് ആകുന്നു? ബി എന്ന് പറയുന്ന മോളിക്യൂൾസ് ആയിട്ട് മാറുന്നു. 20 സെക്കൻഡ് ആയപ്പോൾ ബിയുടെ അളവ് കൂടുന്നു, എ എന്ന് പറയുന്ന മോളിക്യൂൾസിന്റെ അളവ് കുറയുന്നു. 30 സെക്കൻഡ് ആകുന്നു, 40 സെക്കൻഡ് ആകുന്നു, 50 സെക്കൻഡ് ആകുന്നു, 60 സെക്കൻഡ് ആയപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവിടെ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ അളവ് കൂടിക്കൂടി വന്നിരിക്കുന്നു, എയുടെ അളവ് കുറഞ്ഞും വന്നിരിക്കുന്നു. നമുക്കൊന്ന് ഗ്രാഫ് പരിശോധിക്കാം. ഗ്രാഫിനകത്ത് ഇവിടെ കാണിച്ചിരിക്കുകയാണ് എ എന്ന് പറയുന്ന മോളിക്യൂൾ, റിയാക്ടന്റിന്റെ മോളിക്യൂൾ എന്താണ്? ടൈം അനുസരിച്ച് അത് കുറഞ്ഞു വരുന്നു. അതാണ് ബ്ലാക്ക് ലൈൻ കാണിക്കുന്നത്. ബി എന്ന പറഞ്ഞ മോളിക്യൂൾ എന്താണ്? ടൈം കൂടുന്ന അനുസരിച്ച് എന്താണ്? അവിടെ ബി എന്ന് പറഞ്ഞ മോളിക്യൂൾ, അതായത് പ്രൊഡക്റ്റിന്റെ അളവ് കൂടി വരുന്നു. അതുകൊണ്ടാണ് റേറ്റ് പറയുമ്പോൾ, റിയാക്ടൻസിന്റെ ടേംസിൽ റേറ്റ് പറയുമ്പോൾ മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് എ ബൈ കോൺസെൻട്രേഷൻ ഡെൽറ്റ ടി എന്ന് പറയുന്നത്. പ്രൊഡക്റ്റിന്റെ അളവിൽ പറയുകയാണെങ്കിൽ റേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, വ്യത്യാസം ഓർത്തിരിക്കുക. ഇവിടെ പറയുകയാണ്, നമുക്ക് രണ്ട് ഗ്രാഫ് തന്നിരിക്കുന്നു. ആ രണ്ട് ഗ്രാഫിൽ നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. റിയാക്ടൻസിന്റെ അളവ് ടൈം അനുസരിച്ച് കുറഞ്ഞു വരുന്നു. ഇനി രണ്ടാമത്തെ ഫിഗർ ബിക്കകത്ത് കാണുന്നത് പ്രൊഡക്റ്റിന്റെ അളവ് ടൈം കൂടുന്ന അനുസരിച്ച് കൂടി വരുന്നു. അതിന്റെ ഒരു ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. കോൺസെൻട്രേഷൻ ടൈമും വെച്ച് റിയാക്ടൻസിന്റെയും പ്രൊഡക്റ്റിന്റെയും ഗ്രാഫ് വരച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു ഫിഗർ ആണ് ഈ കാണുന്നത്. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇത്രയും ഓർത്തിരുന്നാൽ മതി. ടൈം കൂടുന്ന അനുസരിച്ച്, റിയാക്ഷൻ നടക്കുമ്പോൾ ടൈം കൂടുന്ന അനുസരിച്ച് റിയാക്ടൻസിന്റെ അളവ് കുറയുന്നു, പ്രൊഡക്റ്റിന്റെ അളവ് കൂടുന്നു. ഓർത്തിരിക്കാമല്ലോ. ഇവിടെ പറയുകയാണ്, in terms of concentration, the rate of reaction is defined as the change in concentration of the reactant or product per unit time. Rate of reaction that is equal to change in concentration of reactants or product by time taken for change. ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അന്നേരം മനസ്സിലേതാ ഒന്ന് എഴുതി വെക്കണം, ഈ ഇക്വേഷൻ എഴുതി വെക്കണം. അടുത്തായി നമ്മൾ പഠിക്കാൻ പോണത് റേറ്റിന്റെ യൂണിറ്റ് എന്താണെന്നാണ്. നമുക്കറിയാം റേറ്റിന്റെ ഇക്വേഷൻ എന്താണ്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ഫോർ ചേഞ്ച്. കോൺസെൻട്രേഷന്റെ യൂണിറ്റ് നമുക്ക് മോൾ പെർ ലിറ്റർ ആണ്. മോൾ പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ടൈമാണ്. ടൈം ചിലപ്പോൾ നമുക്ക് സെക്കൻഡിലാകാം, മിനിറ്റിലാകാം, അവറിലാകാം. അതുകൊണ്ട് യൂണിറ്റ് ഓഫ് റേറ്റ് പറയുകയാണ് മോൾ പെർ ലിറ്റർ ഇൻറ്റു ടൈം റേസ് ടു -1. അന്നേരം നമുക്കത് എങ്ങനെയാണ് പറയാം? മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ഓർ മോൾ പെർ ലിറ്റർ പെർ മിനിറ്റ് ഓർ മോൾ പെർ ലിറ്റർ പെർ അവർ. ഓർത്തിരിക്കുക, 3 ഇതിൽ നമുക്ക് ഇതിന്റെ യൂണിറ്റ് പറയാൻ പറ്റും. റേറ്റ് ഓഫ് യൂണിറ്റ് മോൾ പെർ ലിറ്റർ
പെർ ടൈം ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓർത്തിരിക്കുക, ശ്രദ്ധിക്കുക. Let us see what are the different types of rate of reaction. Different types of rate of reaction. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ നമുക്ക് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കാം. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈം ഇന്റർവൽ over when the change in amount of reactant or product is measured. അതിന്റെ അടിസ്ഥാനത്തിലാണ് റേറ്റ് ഓഫ് റിയാക്ഷനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്ന ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും. ഓർത്തിരിക്കുക, ആവറേജ് റേറ്റ് ഓഫ് ദ റിയാക്ഷനും ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ദ റിയാക്ഷനും അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ ടൈം ഇന്റർവൽ ഓവർ വെൻ ദ ചേഞ്ച് ഇൻ എമൗണ്ട് ഓഫ് റിയാക്ടൻസ് ഓർ പ്രൊഡക്റ്റ് ഈസ് മെഷേർഡ്. ഓർത്തിരിക്കുക. നമുക്കൊന്ന് നോക്കാം എന്താണ് ആവറേജ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. നമ്മൾ ആ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ഒന്നും കൂടെ എടുക്കുകയാണ്. എ എന്ന് പറയുന്ന റിയാക്ടന്റ്, ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് തരുവാണ്. അന്നേരം എന്താണ് ആവറേജ് റേറ്റ്? എ, ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് തരുമ്പോൾ ആവറേജ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഓർ പ്രൊഡക്ട്സ് over a specified measurable period of time. If concentration of A1 and concentration of A2 ഏതിൻ്റെയാണ്? റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ ആണ് A1ഉം A2. അതിന് ടൈം കൊടുക്കുകയാണ്. T1 എന്നുള്ള സമയത്താണ് A1 എന്നുള്ള കോൺസെൻട്രേഷൻ വന്നിരിക്കുന്നത്. T2 എന്നുള്ള ടൈമിലാണ് A2 എന്നുള്ള കോൺസെൻട്രേഷൻ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവൽ. നമുക്ക് പറയാം കോൺസെൻട്രേഷൻ ഓഫ് A2 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് A1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് A2 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് A1 നമ്മൾ ഡെൽറ്റ എ എന്നുകൊണ്ട് കാണിക്കണം. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ പറയാണ്. ഡെൽറ്റ എ. T2 മൈനസ് T1 നമ്മൾ ഡെൽറ്റ ടി എന്ന് വിളിച്ചു. ടൈം ഇന്റർവൽ ആണ് T2 മൈനസ് T1. നമ്മൾ പറയാണ് ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് മൈനസ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി. മൈനസ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി. നമ്മൾ ഇവിടെ പറയുകയാണ് എന്താണ് ആവറേജ് റേറ്റ്? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് ഓർ പ്രൊഡക്റ്റ് ഓവർ എ സ്പെസിഫൈഡ് മെഷറബിൾ പീരീഡ് ഓഫ് ടൈം. ഓർത്തിരിക്കുക, ആവറേജ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് A2 എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് A2 A1നേക്കാളും എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ. അല്ലെങ്കിൽ നമ്മൾ എന്താണ് പഠിച്ചത്? റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ ടൈം കൂടുന്നതനുസരിച്ച് കുറഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് നെഗറ്റീവ് എന്നുള്ള സൈൻ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനി പ്രൊഡക്റ്റിന്റെ ടേംസിലാണെങ്കിൽ, പ്രൊഡക്റ്റ് ആരാണ്? ബിയുടെ ടേംസിലാണെങ്കിൽ നമ്മളിവിടെ പറയുകയാണ് ആവറേജ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവൽ. ടൈം ഇന്റർവൽ ആണെങ്കിൽ രണ്ട് കോൺസെൻട്രേഷൻ പറയുകയാണ്. കോൺസെൻട്രേഷൻ ഓഫ് B1ഉം കോൺസെൻട്രേഷൻ ഓഫ് B2ഉം ഏതൊക്കെ ടൈമിലാണ്? ടൈം T1ഉം ടൈം T2 ആണ് ഇവിടെ പറയുന്നത്. അന്നേരം എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് B എന്ന് പറയുന്നത് നമുക്ക് ഏത് അടിസ്ഥാനത്തിൽ പറയാം? കോൺസെൻട്രേഷൻ ഓഫ് B2 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് B1 ഡിവൈഡഡ് ബൈ T2 minus T1 that is equal to delta B divided by delta T. Delta B divided by delta T. ഇവിടെ പറയാണ് കോൺസെൻട്രേഷൻ ഓഫ് B2 എന്ന് പറയുന്നത് B1നേക്കാളും കൂടുതലാണ്. അതുകൊണ്ടാണ് അവിടെ പോസിറ്റീവ് സൈൻ. അല്ലെങ്കിൽ നമുക്കറിയാം ടൈം കൂടുന്ന അനുസരിച്ച് എന്ത് കൂടുന്നു? പ്രൊഡക്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ റേറ്റ് എന്ന് പറയുന്നത് that is equal to plus delta B by delta T. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആവറേജ് റേറ്റ് ഓഫ് ദ റിയാക്ഷനെ പറ്റിയാണ്. ആവറേജ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. നമുക്ക് ബ്യൂട്ടൈൽ ക്ലോറൈഡിന്റെ ഹൈഡ്രോളിസിസ് ഒന്ന് കാണാം. ബ്യൂട്ടൈൽ ക്ലോറൈഡ് ആണ് ഇവിടെ റിയാക്ടന്റ്. In this reaction, the concentration of butyl chloride was measured at various times. പല ടൈമിൽ നമ്മൾ ഇതിന്റെ കോൺസെൻട്രേഷൻ ഒന്ന് മെഷർ ചെയ്യുകയാണ്. ടൈം 0 ആവുകയാണെങ്കിൽ അതിന്റെ ബ്യൂട്ടൈൽ ക്ലോറൈഡിന്റെ കോൺസെൻട്രേഷൻ പറഞ്ഞിരിക്കുകയാണ് 0.1. അതിന്റെ ആവറേജ് റേറ്റ് പറഞ്ഞിരിക്കുകയാണ് 1.9 × 10⁻⁻⁴.
ഇനി 50 സെക്കൻഡ് ആകുമ്പോൾ അത് ബ്യൂട്ടൈൽ ക്ലോറൈഡിന്റെ കോൺസെൻട്രേഷൻ 0.0905. എന്താണ് കാണുന്നത്? കുറഞ്ഞു. കോൺസെൻട്രേഷൻ കുറയുകയാണ്. ടൈം കൂടുന്നതനുസരിച്ച് കോൺസെൻട്രേഷൻ കുറഞ്ഞു. ഇനി എന്താണ് ആവറേജ് റേറ്റ് എന്നും കൂടെ നോക്കാം. 1.7 × 10⁻⁴. ഇതിൽ ഈ രണ്ട് ഒബ്സർവേഷനും നിങ്ങൾ കാണുകയാണ്. ആവറേജ് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആവറേജ് റേറ്റ് സമയം കൂടുന്നതനുസരിച്ച് ആവറേജ് റേറ്റും കോൺസെൻട്രേഷനും റിയാക്ടന്റിന്റെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 100 സെക്കൻഡ് ആകുമ്പോൾ കോൺസെൻട്രേഷൻ 0.0820. അതിന്റെ ആവറേജ് റേറ്റ് എന്താണ്? 1.6 × 10⁻⁴. നമ്മൾ ഈ ടേബിൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ടൈം കൂടുന്നതനുസരിച്ച് കോൺസെൻട്രേഷൻ കുറയുന്നു. ആരുടെ കോൺസെൻട്രേഷൻ? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നു. അതുപോലെ ആവറേജ് റേറ്റും കുറയുന്നു. അതുകൊണ്ട് നമ്മളിവിടെ ആവറേജ് റേറ്റ് പറയുകയാണ്. ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ബ്യൂട്ടൈൽ ക്ലോറൈഡ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. പല ടൈം തന്നിട്ട് അതിന്റെ ഇതാണ് ഡെൽറ്റ ടി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്യൂട്ടൈൽ ക്ലോറൈഡിന്റെ ഹൈഡ്രോളിസിസ് ആണ് കാണുന്നത്. അതിന്റെ ടേബിൾ പരിശോധിക്കുമ്പോൾ കാണുകയാണ്, ആവറേജ് റേറ്റ് ഡിക്രീസസ് ആസ് ദ റിയാക്ഷൻ പ്രൊസീഡ്സ്. ദിസ് ഈസ് ബിക്കോസ് ആസ് ദ റിയാക്ഷൻ ഗോസ് ഫോർവേഡ് ദെയർ ആർ ഫ്യൂവർ കൊളീഷൻസ് ബിറ്റ്വീൻ റിയാക്ടന്റ് മോളിക്യൂൾസ്. ഇത് വേറൊരു ടേംസിൽ പറഞ്ഞതേ ഉള്ളൂ. നമ്മളിവിടെ പഠിക്കുകയാണ്. കോൺസെൻട്രേഷനും കുറയുന്നു, ആവറേജ് റേറ്റും കുറയുന്നു. എപ്പോൾ? ഇത് ടൈം കൂടുന്നതനുസരിച്ച്. ഓർത്തിരിക്കുക. അടുത്ത ടൈപ്പാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു പർട്ടിക്കുലർ ടൈമിൽ അതിന്റെ റേറ്റ് എടുക്കുകയാണെങ്കിൽ ആ റേറ്റിനെയാണ് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. നമുക്ക് എന്താണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് any one of the reactant or product at a particular time. Note the point. Particular time എന്നുള്ളത് ഓർത്തിരിക്കുക. It gives the tendency of the reaction at a particular point of time during the reaction. Instantaneous rate നമുക്ക് എടുക്കാം dx/dt, where dx എന്ന് പറഞ്ഞാൽ very small change in concentration, dt എന്ന് പറഞ്ഞാൽ very small change in time. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, വെരി സ്മോൾ ചേഞ്ച് dx/dt, അതാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഒരു പർട്ടിക്കുലർ ടൈം ഒരു കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്യൂട്ടൈൽ ക്ലോറൈഡിന്റെ തന്നെ ഹൈഡ്രോളിസിസ് നമുക്കൊന്ന് എടുക്കാം. ഇവിടെ ഈ റിയാക്ഷന്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ബ്യൂട്ടൈൽ ക്ലോറൈഡ് y ആക്സിസിനകത്തും x ആക്സിസിനകത്തും ടൈമും കൊടുത്തിരിക്കുകയാണ്. നമ്മളിവിടെ ഒബ്സർവ് ചെയ്യാണ്. ടൈം കൂടുന്നതനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത്? കോൺസെൻട്രേഷൻ കുറയുന്നു. അതാണ് ഈ ലൈൻ കാണിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ആ റെഡ് ലൈൻ കാണിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈമിലെ റേറ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെയാണ്? 600 സെക്കൻഡിന്റെ അതിന്റെ പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ആണ് 0.030. അന്നേരം അവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് അറ്റ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 600 സെക്കൻഡ്. നമുക്ക് അതിന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, dy/dx എന്നുള്ള ആ ഒരു ഇതാണ് വന്നിരിക്കുന്നത് അവിടെ. The best indicator of the rate of reaction is the instantaneous rate near the beginning of the reaction. നമുക്ക് ഗ്രാഫിൽ നിന്ന് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. സെയിം റിയാക്ഷൻ തന്നെ ബ്യൂട്ടൈൽ ക്ലോറൈഡ് ആണ്. ഇവിടെ പറയുകയാണ് the rate of disappearance of butyl chloride is same as the rate of appearance of butyl alcohol. അതായത് നമ്മളിവിടെ ഇതിന്റെ റിയാക്ടന്റും പ്രൊഡക്റ്റിന്റെയും ഡിസപ്പിയറൻസും അപ്പിയറൻസും സെയിം ആണെന്ന് പറയാണ്. The rate of disappearance of C4H9Cl is the same as the rate of disappearance of C4H9OH. ഇവിടെ ഇക്വേഷൻ ഓർത്തിരിക്കുക. Rate that is equal to
minus delta concentration of butyl chloride divided by delta T, that is equal to delta, അതായത് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ചേഞ്ച് ഇൻ ടൈം എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഗ്രാഫിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓർത്തിരിക്കുക, ഇതാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ ഗ്രാഫ്. ഇനി നമുക്ക് റിയാക്ഷൻ റേറ്റും അതിന്റെ സ്റ്റോഷിയോമെട്രിയും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാം. റിയാക്ഷൻ റേറ്റും സ്റ്റോഷിയോമെട്രിയും നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. എ ഗീവ്സ് ബി. അതുപോലെ ഒരു ഒരു റിയാക്ഷൻ നമ്മൾ എടുക്കുകയാണ്, ജനറൽ ആയിട്ടുള്ള റിയാക്ഷൻ. എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ബി. ഇനി ഇവിടെ നിങ്ങൾ സ്മോൾ എ കാണുന്നത് എന്താന്ന് വെച്ചാൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്നാണ്. ക്യാപിറ്റൽ എ എത്ര, ക്യാപിറ്റൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, അതിന്റെ സ്മോൾ എ എന്ന് പറയുന്നത് എന്താണ്, എത്ര നമ്പർ എന്നുള്ളതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. എ പ്ലസ് ബി ബി ഗീവ്സ് സി സി പ്ലസ് ഡി ഡി. ഇനി അതിന്റെ റേറ്റ് നമുക്ക് നോക്കാം. റിയാക്റ്റൻസ് ആണ് എയും ബിയും. എന്നിട്ട് അതിന്റെ സൈൻ എന്താണ്, മൈനസ് സൈൻ ആണ് വരുന്നത്. മൈനസ് 1 a ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 b ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ബി ബൈ ഡെൽറ്റ ടി. നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അവിടെ മൈനസ് വന്നിരിക്കുന്നത്? മൈനസ് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എയും ബിയും റിയാക്റ്റൻസ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ മൈനസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി പ്രൊഡക്റ്റിന്റെ ടേംസിൽ പറയുകയാണ്. പ്രൊഡക്റ്റിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ റിയാക്ഷൻ റേറ്റിന്റെ സൈൻ പോസിറ്റീവ് ആണ്. 1/c into delta c by delta t, that is equal to 1/d delta concentration of d by delta t. ഓർത്തിരിക്കുക, ഇതിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ നമ്മൾ കാണിച്ചിരിക്കുകയാണ് ഇവിടെ റിയാക്ഷൻ റേറ്റില്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2-3 എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. മെർക്കുറി പ്ലസ് Cl2 gives HgCl2. റേറ്റ് ഓഫ് റിയാക്ഷൻ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ എന്തായിരിക്കും? മെർക്കുറി ഒരു മോളിക്യൂളേ ഉള്ളൂ. എന്നാലും നമ്മളിവിടെ പറയാണ് മൈനസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് മെർക്കുറി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം, ദാറ്റ് ഈസ് ഈക്വൽ ടു ക്ലോറിൻ. ക്ലോറിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഒരു മോളിക്യൂൾ ക്ലോറിനെ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ പറയാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് Cl2 ബൈ ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി HgCl2 ആണ് പ്രൊഡക്റ്റ്. HgCl2ന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? അതും 1 ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ പറയാം ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് HgCl2 ബൈ ഡെൽറ്റ ടി. ഇതിന്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എനി ഓഫ് ദ റിയാക്ടൻസ് ഈസ് സെയിം ആസ് ദ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ദ പ്രൊഡക്റ്റ്. ഇനി നമ്മൾ വേറൊരു ഇക്വേഷൻ റിയാക്ഷൻ ഒന്ന് നോക്കാൻ പോവാണ്. 2 moles of hydrogen iodide decomposes to produce 1 mole of H2 and 1 mole of I2. ഈ റിയാക്ഷൻസ് നമ്മളൊന്ന് പരിശോധിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ നമ്മൾ നേരത്തെ പഠിച്ച പോലെ നമുക്കൊന്ന് എഴുതണം. റേറ്റ് ഓഫ് റിയാക്ഷൻ ഹൈഡ്രജൻ അയോഡൈഡ് എത്ര എണ്ണം ഉണ്ട്? 2. അതുകൊണ്ട് നമ്മൾ അതിന്റെ റേറ്റ് എഴുതുമ്പോൾ പറയുകയാണ് ഹൈഡ്രജൻ അയോഡൈഡ് റിയാക്റ്റന്റ് ആണ്, മൈനസ് ആണ് കാണിക്കേണ്ടത്. അന്നേരം എത്ര മോൾസ് ഉണ്ട്? 2 മോൾസ്. റേറ്റ് ഓഫ് റിയാക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1/2 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോഡൈഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി പ്രൊഡക്റ്റുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യാണ്. പ്രൊഡക്റ്റിനകത്ത് 1 മോൾ H2 1 മോൾ I2 ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് നേരെ തന്നെ എഴുതാൻ പറ്റും. പ്ലസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് H2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ I2 ബൈ ഡെൽറ്റ ടി. നമ്മളിവിടെ പഠിക്കുകയാണ് റിയാക്റ്റൻസും പ്രൊഡക്റ്റിന്റെയും റേറ്റിന്റെ കമ്പാരിസൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. Let us see another example. 5Br minus plus BrO3 minus plus 6H plus gives 3Br2 plus 3H2O. ആരൊക്കെയാണ് റിയാക്റ്റൻസ്? 5Br മൈനസും BrO3 മൈനസും 6H പ്ലസും ആണ് ഇവിടുത്തെ റിയാക്റ്റൻസ്. ഇനി നമുക്ക് റിയാക്റ്റൻസിന്റെ ടേംസിൽ റേറ്റ് എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാം?
5 മോൾസ് Br മൈനസ് ഉണ്ട്. എന്നിട്ട് പറയാണ് റേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു റിയാക്റ്റൻസ് ആയതുകൊണ്ട് മൈനസ് ഇൻറ്റു 1/5. ഓർക്കുക, ശ്രദ്ധിക്കുക, 1/5. 5 മോൾസിന് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 1/5 എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് Br മൈനസ് ബൈ ഡെൽറ്റ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ആർക്ക്? അടുത്ത റിയാക്റ്റന്റ് ആരാണ്? BrO3 മൈനസ്. നമുക്ക് അവിടെ എഴുതാം, മൈനസ് എഴുതാം, കാരണം എന്താണ്? റിയാക്റ്റന്റ് ആണ്. മൈനസ് ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഒറ്റ മോളേ ഉള്ളൂ, അതുകൊണ്ട് ഡെൽറ്റ BrO3 മൈനസ് ബൈ ഡെൽറ്റ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു റിയാക്റ്റന്റും കൂടെ ഉണ്ട്. ഏതാണ് റിയാക്റ്റന്റ്? H+ ആണ്. എത്ര H+ ഉണ്ട്? 6 H+. അതുകൊണ്ട് നമ്മൾ എഴുതുകയാണ് മൈനസ് 1/6 ഡെൽറ്റ H+ ബൈ ഡെൽറ്റ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി പ്രൊഡക്റ്റ് സൈഡിലോട്ട് വരുവാണ്. പ്രൊഡക്റ്റ് സൈഡിനകത്ത് അതുകൊണ്ട് പ്ലസ് വന്നിരിക്കുന്നു. എത്ര മോൾസ് ഉണ്ട് Br2-ന്? 3 മോൾസ്. അതുകൊണ്ട് എഴുതുകയാണ് 1/3 ഡെൽറ്റ Br2 ബൈ ഡെൽറ്റ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു വേറൊരു പ്രൊഡക്റ്റ് കൂടെ ഉണ്ട്. ആ പ്രൊഡക്റ്റ് ഏതാണ്? H2O. എത്ര മോൾസ് ഉണ്ട്? 3 മോൾസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എഴുതുകയാണ് 1/3 ഡെൽറ്റ H2O ബൈ ഡെൽറ്റ ടി. ഇത് ഓർത്തിരിക്കുക. നമുക്ക് ചിലപ്പം ചോദിക്കാം റേറ്റ് ഒക്കെ എഴുതാൻ, ഒരു ഇക്വേഷൻ തന്നിട്ട് അതിന്റെ റേറ്റ് എഴുതുക, കമ്പയർ ചെയ്യണം. ആരൊക്കെ തമ്മിൽ റിയാക്റ്റൻസിനെയും പ്രൊഡക്റ്റിനെയും കമ്പയർ ചെയ്ത് ഇങ്ങനെ എഴുതാൻ നമ്മൾ പരിശീലിക്കണം. For a gaseous reaction at constant temperature, concentration is directly proportional to the partial pressures of species. അതുകൊണ്ട് rate can also be expressed as rate of change in partial pressure of the reactants or the product. ഒരു ഗേഷ്യസ് റിയാക്ഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാമെന്നുള്ളതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. പാർഷ്യൽ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. Let us see what are the factors that affect reaction rates. First one, physical state of the reactants. Physical state of the reactants. എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം. In order to react, molecules must come in contact with each other. അടുത്തടുത്ത് വരണം. The more homogeneous the mixture of reactants, the faster the molecule can react. The more homogeneous the mixture of reactants, the faster the molecules can react. ഒരുപോലെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിയാക്ഷൻസിന്റെ റേറ്റ്, റിയാക്ഷൻസ് വളരെ സ്പീഡിലൊക്കെ നടക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ദ റിയാക്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നു. രണ്ടാമത്തെ ഫാക്ടറാണ് കോൺസെൻട്രേഷൻ. ആസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഇൻക്രീസസ്, എന്തായിരിക്കും സംഭവിക്കുന്നത്? അവിടെ റിയാക്ഷൻ റേറ്റ് കൂടും. കോൺസെൻട്രേഷൻ കൂടുമ്പോൾ റിയാക്ഷൻ റേറ്റ് കൂടുന്നു. അതാണ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ റിയാക്റ്റൻസിന്റെ മോളിക്യൂൾസിന്റെ കൊളീഷനും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യും. കൊളീഷൻ. അടുത്ത ഫാക്ടറാണ് ടെമ്പറേച്ചർ. അറ്റ് ഹയർ ടെമ്പറേച്ചർ റിയാക്റ്റന്റ് മോളിക്യൂൾസ് ഹാവ് മോർ കൈനറ്റിക് എനർജി, മൂവ് ഫാസ്റ്റർ ആൻഡ് കൊളൈഡ് മോർ ആൻഡ് വിത്ത് ഗ്രേറ്റർ എനർജി. ടെമ്പറേച്ചർ കൂടുമ്പോഴും റിയാക്ഷൻ റേറ്റ് കൂടുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഓർത്തിരിക്കുക. കൈനറ്റിക് എന്താണ് അവിടെ സംഭവിക്കുന്നത്? റിയാക്റ്റന്റ് മോളിക്യൂൾസ് ഹാവ് മോർ കൈനറ്റിക് എനർജി. ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടുന്നു, സ്പീഡിൽ ഓടുന്നു, അത് സ്പീഡിൽ കൊളീഷൻ നടത്തുന്നു. അന്നേരം എന്ത് നടക്കുന്നു? പെട്ടെന്ന് തന്നെ കൂടുതലായിട്ടുള്ള റിയാക്ഷൻ തരുന്നു. ഇനി ഒരു കാറ്റലിസ്റ്റിന് സഹായം ഉണ്ടെങ്കിൽ അവിടെ സ്പീഡിൽ റിയാക്ഷൻ നടക്കുന്നു. കാറ്റലിസ്റ്റ് സ്പീഡ് അപ്പ് റിയാക്ഷൻസ് ബൈ ചേഞ്ചിങ് ദ മെക്കാനിസം ഓഫ് ദ റിയാക്ഷൻ. കാറ്റലിസ്റ്റ് ആർ നോട്ട് കൺസ്യൂം ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദ റിയാക്ഷൻ. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് രാവിലെ ഫുഡ് കഴിച്ചാൽ ഉച്ചയാറാകുമ്പോൾ നമ്മുടെ നല്ല വിശപ്പ് വരും. എന്താണ് കാരണം? നമ്മുടെ കാറ്റലിസ്റ്റ് ബയോ എൻസൈംസ് ഉണ്ടല്ലേ. ആ എൻസൈംസ് ഒക്കെയാണ് നമ്മുടെ ആ ഫുഡിനെ പെട്ടെന്ന് തന്നെ ദഹിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അതൊരു കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? പെട്ടെന്ന് തന്നെ നമുക്ക് റിയാക്ഷൻ സ്പീഡപ്പ് ആവുകയാണ്. വിശപ്പ് വരുന്നത് അതുകൊണ്ടാണ്. അതാണ് കാറ്റലിസ്റ്റ് presence of catalyst speed up reactions by changing the mechanism of the reaction. എങ്ങനെയാണ് കാറ്റലിസ്റ്റ് ഇവിടെ സഹായിക്കുന്നത്? കാറ്റലിസ്റ്റ് increases the rate of reaction. Catalyst changes the mechanism by which the process occurs. അതായത് നമ്മളിവിടെ പറയാണ് ആക്ടിവേഷൻ എനർജി ഒക്കെ കുറയ്ക്കുകയാണ് ഇവിടെ കാറ്റലിസ്റ്റ് ചെയ്യുന്നത്. അത് നമുക്ക് അതാണ് കാറ്റലിസ്റ്റിന്റെ ഇവിടുത്തെ ഉപയോഗം എന്ന് പറയുന്നത്. അന്നേരം ഒരു റിയാക്ഷനകത്ത് കാറ്റലിസ്റ്റ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. ഓർത്തിരിക്കുക.
ഓക്കെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിനെ പറ്റിയാണ് പഠിച്ചത്. പല ടൈപ്പ് റേറ്റ് ഓഫ് റിയാക്ഷനെ പറ്റി പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും, റേറ്റ് ഓഫ് റിയാക്ഷന്റെ യൂണിറ്റ്, അതിന്റെ ഫാക്ടേഴ്സ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് റേറ്റ് ഓഫ് റിയാക്ഷനെ ഘടകങ്ങൾ, ഏതൊക്കെ ഘടകങ്ങളാണ് റേറ്റ് ഓഫ് റിയാക്ഷനെ നിയന്ത്രിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ നോട്ട് തയ്യാറാക്കി പഠിക്കുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.